അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അതായത് ഒരുപാട് പേര് നിങ്ങളെ ഫുള്ളി എന്തായാലും മനസ്സിലാക്കില്ല. നിങ്ങൾ പ്രാക്ടിക്കലുമാണ്, ഇൻ്റലിജൻറ്റുമാണ്. ഇമോഷൻസ് ഉള്ളത് ഉള്ളിലാണ്, പുറത്ത് കാണിക്കുന്നില്ല. റെസ്പെക്റ്റ്, സ്റ്റേറ്റസ്, സെൽഫ് വർത്ത് ഇവ വളരെ പ്രധാനമാണ്. ഒരിക്കലും ഹേർട്ടായാൽ പിന്നെ സൈലൻറ്റ് വിഡ്രോവലാണ്, പിന്നെ സംസാരിക്കില്ല. സാമ്പത്തികവും കരിയർ ഓറിയൻറ്റഡ് മൈൻഡാണ് നിങ്ങൾക്ക്. പ്രണയത്തിൽ ലോയലാണ്, പക്ഷെ നല്ല കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കും. ഓവർ തിങ്കിങ് ആണ്. ഇമോഷണലി നിങ്ങൾ ഭയങ്കര സപ്രസ്ഡുമാണ്. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. 2025 ഡിസംബറിൽ അവിട്ട നക്ഷത്രക്കാർക്ക് വർക്ക് പ്ലേസിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. എഫേർട്ട് ഇട്ടു, പക്ഷെ അപ്രീസിയേഷനും നല്ല ഡിലേ വന്നു. അതോറിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു. ഈഗോ ക്ലാഷും ഉണ്ട്. ഞാൻ ഇതിന് അർഹനല്ലേ എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇൻകം ഉണ്ടെങ്കിലും സാമ്പത്തികം കയ്യിൽ ഇരിക്കാത്തൊരു മാസമായിരുന്നു. ആവശ്യമില്ലാത്ത എക്സ്പെൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിക്കാത്ത എക്സ്പെൻസ് വന്നു. സേവിങ്സ് നല്ല ഡിസ്റ്റർബായി. റിലേഷൻഷിപ്പിൽ ഇമോഷണലി നല്ല ഡിസ്റ്റൻസ് വന്നു. പ്രോപ്പറായിട്ട് നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. സൈലൻറ്റ് പെയിനാണ്, അതായത് പറയാതെ സഹിക്കുകയാണ് ചെയ്യണത്. മാനസികമായിട്ട് സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഓവർ തിങ്കിങ് പീക്കാണ്. പഴയ മെമ്മറീസ് എല്ലാം ഇങ്ങനെ വീണ്ടും മനസ്സിൽ വന്നും കൊണ്ടിരുന്നു. ഇതൊന്നും എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾ ഡിസംബറിൽ തീരുമാനം എടുത്തിട്ടുണ്ടാവും. 2026 ജനുവരി അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവേ ജനുവരി 15-16 ശേഷമാണ് കുറച്ച് റിലീഫ് തോന്നുകയുള്ളൂ. വർക്കിലൊരു ക്ലാരിറ്റി വരും, പുതിയ റെസ്പോൺസിബിലിറ്റിയും വരും, പുതിയ ഒരു ദിശ മാറ്റം അതിന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ജോബ് മാറണമെന്നുള്ള ഒരു തീരുമാനം വരും, പക്ഷെ അതെന്തായാലും മാർച്ച് മാസത്തിലെ നിങ്ങൾ ജോബ് മാറുള്ളൂ. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഫോക്കസ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. അവരുടെ ഡയറക്ഷനും ക്ലിയർ ആവും. ഫൈനാൻസ് നോക്കുമ്പോൾ സാമ്പത്തിക ഒഴുക്കൊക്കെ സ്റ്റേബിൾ തന്നെയാണ്. പെൻഡിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ്, കടം കൊടുത്തതൊക്കെ വരാൻ സാധ്യതയുണ്ട്. എക്സ്പെൻസ് കൺട്രോൾ ചെയ്യണം, അത് പോസിബിളാണ്. ജനുവരി അവസാനമാകുമ്പോൾ ചെറിയൊരു ഫൈനാൻസ് കിട്ടുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വീണ്ടും തുടങ്ങാൻ സാധ്യതയുണ്ട്. ഡിസ്റ്റൻ്റ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു മെസ്സേജോ കാളോ വരാൻ സാധ്യതയുണ്ട്. ഈഗോ കുറച്ചാൽ കുറച്ച് ബോണ്ടിങ് ഇമ്പ്രൂവ് ആവും. ഓൾഡ് കണക്ഷൻ വീണ്ടും മൈൻഡിലേക്ക് വരും. ആർഗ്യുമെൻറ്റിൽ, അതായത് വാക്ക് തർക്കത്തിൽ നിങ്ങൾ ജയിക്കാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രണയത്തിൽ ജയിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. എല്ലാ ബുധനാഴ്ചയും പച്ചയോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഡ്രസ്സോ ഇടുന്നത് നന്നായിരിക്കും. രാവിലെ എണീച്ചതും ഓം ശാന്തായ നമഃ എന്ന് 11 തവണ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്.